മാധ്യമാരാ മാധ്യമാരാ ഇവിടുത്തെ ജനങ്ങളാണ് വലുത്. തമ്പ്രാനോട് ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. ഒരു സാധാരണ പൗരനാണേ, വലിയ മാധ്യമ പ്രവർത്തകനൊന്നും അല്ലേ, ഒരു ചെറിയ യൂട്യൂബ് ചാനൽ ഉണ്ടെന്നേ ഉള്ളേ. ഈ പ്രാവം പ്രജ ഒരു കാര്യം ചോദിച്ചോട്ടെ. വേറൊന്നും അല്ല, അണ്ണനൊന്ന് വന്ന് പറ. അണ്ണന്റെ മറ്റേ ലോക്കറ്റ് 2 ഇങ്ങനെ ഇരിക്കുന്നുണ്ടല്ലോ, അതെന്താന്നൊന്ന് വന്ന് മൊഴിയാവോ? മോഹൻലാലിന്റെ വീട്ടിൽ റെയ്ഡിനെത്തിയ ആദായ നികുതി വകുപ്പ് സംഘമാണ് വീട്ടിൽ നിന്ന് 4 ആനക്കൊമ്പുകൾ കണ്ടെത്തിയത്. അന്ന് തന്നെ വനം വകുപ്പിനെ വിവരമറിയിച്ചു. ആനക്കൊമ്പ് സൂക്ഷിക്കാനുള്ള നിയമപരമായ രേഖകളൊന്നും പക്കലില്ലാതിരുന്നിട്ട് കൂടി തിടുക്കത്തിൽ ലാലിനെതിരെ കേസെടുക്കാനോ അറസ്റ്റ് ചെയ്യാനോ വനം വകുപ്പ് മെനക്കെട്ടില്ല. റാപ്പർ വേടൻ 2 ദിവസമായിട്ട് മെയിൻ സ്ട്രീം ചാനലുകാർ ആഘോഷിക്കുകയാണ് വേടനെ നമ്മുടെ വനം വകുപ്പ് അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ വെച്ചുകൊണ്ട്. നിങ്ങളിൽ ഭൂരിഭാഗം ആളുകളും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങളൊക്കെ അറിഞ്ഞതായിരിക്കും. സംഗതി വേറൊന്നുമല്ല, റാപ്പർ വേടൻ കയ്യിൽ കുറച്ച് പച്ചമരുന്നുകൾ വെച്ചതിൻ്റെ പേരിൽ, ആ പച്ചമരുന്നുകൾ വലിച്ചതിൻ്റെ പേരിൽ റാപ്പർ വേടനെ പോലീസുകാർ അല്ലെങ്കിൽ എക്സൈസുകാർ അങ്ങോട്ട് തൂക്കുന്നു. കയ്യിൽ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് തന്നെ പിടിച്ച് അകത്ത് അങ്ങോട്ട് ആജീവനാന്തി ഇടാനൊന്നും പറ്റത്തില്ല. പോലീസുകാർ നമ്മുടെ സ്റ്റേഷൻ ജാമ്യത്തിൽ തന്നെ ഇറങ്ങാം. ആ ഒരവസ്ഥ ഉള്ളത് കൊണ്ട് തന്നെ നേരെ അടുത്ത കേസ്. അദ്ദേഹത്തിൻ്റെ മാലയിൽ ഒരു ലോക്കറ്റ് ഉണ്ടായിരുന്നു, അത് പുലിയുടെ വല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആശാനെ അതിലങ്ങോട്ട് പൂട്ടി. അതിൽ കുറച്ച് കഷ്ടപ്പാടാണ് ജാമ്യമൊക്കെ കിട്ടാൻ. അതുകൊണ്ട് അണ്ണനെ അതിലങ്ങോട്ട് പൂട്ടി വെച്ചിരിക്കുക. അപ്പോൾ ഞാൻ വേടനെ ഒരു പരിധിയിൽ കൂടുതൽ അങ്ങോട്ട് ഈ ചെയ്ത പരിപാടികളിൽ ഞാൻ വേടനെ അങ്ങോട്ട് അധികം സപ്പോർട്ട് ചെയ്യുന്നില്ല. തെറ്റാണ്. അതായത് ഈ പച്ചമരുന്ന് വലിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വെച്ച് അത് വലിക്കുന്നത് ഇച്ചിരി തെറ്റാണ് ഇവിടുത്തെ നിയമപ്രകാരം. അതുകൊണ്ട് തന്നെ നമുക്കൊരു പരിധി കൂടുതൽ വേടനെ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. എന്നാൽ പോലും എന്തുകൊണ്ട് ഉള്ളി വേടൻ? അതാണ് എൻ്റെ ചോദ്യം. ഞാൻ പാണനല്ല, പുലയനല്ല, നീ തമ്പ്രാനുമല്ല, ആണേലൊരു മലരുമല്ല എന്ന് പാടിയതിൻ്റെ പേരിലൊക്കെയാണോ ഈ പാവപ്പെട്ടവനെ പിടിച്ചിപ്പോ തൂക്കിലിടാൻ പോകുന്നത്? അല്ല, എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. വേറെ എന്തോരം ആളുകൾ വാർത്തകൾ ഇന്നലെ തൊട്ട് ഓരോന്ന് കുത്തിപ്പൊങ്ങി വരുന്നുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട കേന്ദ്രമന്ത്രി സൂപ്പർ സ്റ്റാർ എവിടെ? അണ്ണന്റെ കഴുത്തെ കിടപ്പുണ്ടായിരുന്നു ഒരു മാല, അതിലുണ്ട് 2 ലോക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും, 2 പല്ലുകളോ നഖോ എന്തോ. അതൊക്കെ ഇവിടെ കുത്തിപ്പൊക്കി വാർത്താ ചാനലുകൾ വഴി സംസാരിക്കാൻ തുടങ്ങി. എന്നിട്ടും അണ്ണന്റെ അടുക്കിലേക്ക് വനം വകുപ്പിന് എത്താൻ പറ്റുന്നില്ല. എന്തുകൊണ്ട്? അതാണ് എൻ്റെ ചോദ്യം. അതോടൊപ്പം തന്നെ ഈ വേടന്റെ ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് വേടന്റെ മാതാവിനെ, അമ്മയെയൊക്കെ പിടിച്ചോണ്ട് വന്നിടുന്നത് ഞാൻ കണ്ടു വാർത്താ ചാനലുകൾ. എന്തിന്? അവൻ ശ്രീലങ്കൻ വംശജനാണ് അങ്ങനെയൊക്കെ എന്ത് കാര്യത്തിന്? അത്ര ഞാൻ ചോദിക്കുന്നുള്ളൂ. എന്ത് കാര്യത്തിന്? എന്തിനാ അവന്റെ വംശമൊക്കെ പിടിച്ചോണ്ട് വന്ന് അവൻ എവിടെ നിന്നാണ് അവന്റെ തായ്വേര് ഉണർന്നു വരുന്നത്? എന്തിനാണോ അതൊക്കെ? അതിനും മാത്രം വലിയ തെറ്റാണോ അവൻ ഇവിടെ ചെയ്തത്? അതിനേക്കാട്ടിലും വലിയ തെറ്റുകൾ എന്തോരം ചെയ്യുന്ന വരനാറികളുള്ള നാടാ ഇവിടെ. അവന്മാരൊക്കെ 10 ദിവസത്തിനുള്ളിൽ പുറത്തിറങ്ങി അകത്ത് പോകും. അതേപോലെ കുറച്ച് കഴിയുമ്പോൾ പുറത്തിറങ്ങി തേരാപ്പാര നടക്കുന്നുണ്ട്. അപ്പോഴൊന്നും കാണിക്കാത്ത ഒരു മാധ്യമത്തിന്റെ മറ്റേ ഉത്തേജനം എന്താണ് വേടന്റെ കേസിൽ മാത്രം? അതാണ് എൻ്റെ ചോദ്യം. അതോടൊപ്പം തന്നെ എൻ്റെ പ്രിയപ്പെട്ട ലാലേട്ടൻ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് അറിയത്തില്ല, വർഷങ്ങൾക്ക് മുമ്പ് ലാലേട്ടന്റെ വീട്ടിൽ നിന്ന് 2 ആനക്കൊമ്പ്, അതോടൊപ്പം തന്നെ 10-13 ഈ ആനക്കൊമ്പ് കൊണ്ടുണ്ടാക്കിയ വിഗ്രഹം, ഇതൊക്കെ നമ്മുടെ മറ്റേ വകുപ്പ് അവര് ഒക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ എവിടെ? അതൊക്കെ മുങ്ങിപ്പോയില്ല. അതിൻ്റെ പേരിൽ ലാലേട്ടൻ ഒരു ദിവസമെങ്കിലും അകത്ത് പോയോ? ഇല്ല. ദെൻ വൈ വേടൻ? എന്തുകൊണ്ട് വേടൻ മാത്രം? അതാണ് എൻ്റെ ചോദ്യം. അവൻ ചോദ്യങ്ങൾ ചോദിച്ചത് കൊണ്ടോ? അവൻ്റെ പാട്ടിലൂടെ ഇവിടുത്തെ രാഷ്ട്രീയത്തെ വലിച്ചു കീറിയത് കൊണ്ടോ? അതുകൊണ്ടാണോ? പച്ചിലയുടെ പുറത്ത് പോയി പൊക്കിയപ്പോഴത്തേക്ക് നേരെ പച്ചിലയുടെ കേസിൽ ഇറങ്ങാം വിട്ടില്ല. ഉടനെ മാല പിടിച്ച് ഉള്ള തള്ളി. എന്തിനെ? തള്ളിക്കോ, തെറ്റാണ്, തള്ളിക്കോ. പക്ഷേ ആ നിയമം എല്ലാവർക്കും ബാധകമാകണം. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കുറച്ച് വാർത്തകൾ നിങ്ങൾ കണ്ടതാണോ എന്നറിയില്ല. എന്നാണെങ്കിലും എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും അത് നിങ്ങളെ ഒന്ന് കാണിക്കണം. എന്നിട്ട് വേണം എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാൻ. പക്ഷേ ലാലേട്ടനെ ഞാൻ വിടുന്നു. നമ്മുടെ കേന്ദ്രമന്ത്രി ഇദ്ദേഹം നിങ്ങൾ ആരാണ്? നിങ്ങൾ ആരോടാ ചോദിക്കുന്നത്? വളരെ സൂക്ഷിച്ച് സംസാരിക്കണം. മാധ്യമാരാ ഇവിടുത്തെ ജനങ്ങളാണ് വലുത്. തമ്പ്രാനോട് ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. ഒരു സാധാരണ പൗരനാണേ, വലിയ മാധ്യമ പ്രവർത്തകനൊന്നും അല്ലേ, ഒരു ചെറിയ യൂട്യൂബ് ചാനൽ ഉണ്ടെന്നേ ഉള്ളേ. ഈ പ്രാവം പ്രജ ഒരു കാര്യം ചോദിച്ചോട്ടെ. വേറൊന്നും അല്ല, അണ്ണനൊന്ന് വന്ന് പറ.
അണ്ണന്റെ മറ്റേ ലോക്കറ്റ് 2 ഇങ്ങനെ ഇരിക്കുന്നുണ്ടല്ലോ, അതെന്താണെന്നൊന്ന് വന്ന് മൊഴിയാവോ? അത് മൊഴിയാൻ എന്തെങ്കിലും പാടുണ്ടോ? അല്ല, അണ്ണന്റെ ഷഡ്ഡിയുടെ അടുത്തോട്ടൊന്നും വരുന്നില്ല ഇവിടുത്തെ വന്യജീവി വകുപ്പോ ഒന്നും, അവരങ്ങോട്ട് എത്തുന്നില്ല. അണ്ണൻ ഇങ്ങോട്ട് വന്ന് പറ, എന്താ പറയാൻ പറ്റത്തില്ലേ? ബുദ്ധിമുട്ടാണോ അണ്ണന്? അയ്യോ, അണ്ണൻ വലിയ തമ്പ്രാൻ ടീമാണല്ലോ അല്ലേ, അണ്ണനോടൊന്നും നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റാണല്ലോ അല്ലേ. എന്താണെങ്കിലും അണ്ണന്റെ കാര്യം വിടുക, അണ്ണനോട് നമ്മൾ ചോദിക്കാൻ പോയാൽ നമ്മളെ പിടിച്ച് അണ്ണനെ ഉള്ളേ തള്ളും, ആ ടീമാ. അണ്ണൻ മാത്രമൊന്നും അല്ല, കണ്ടല്ലോ വേടന്റെ അവസ്ഥ തന്നെ, പിടിച്ചു തട്ടി. എന്താണെങ്കിലും നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് വാർത്തകളൊന്ന് കാണാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. പുലിപ്പല്ലാണ് ഇപ്പോൾ കേസായി കുരുക്കായി മാറിയിരിക്കുന്നതും ഇതിന്റെ പേരിലാണ് വേടൻ ഇപ്പോൾ റിമാൻഡിൽ കഴിയുന്നതും. ഈ പുലിപ്പല്ല് യഥാർത്ഥത്തിലുള്ളൊരു പുലിപ്പല്ലാണെന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്നാണ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം വേടനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നതും ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുന്നതും. ഒരു പുലിപ്പല്ല് വേടന്റെ മാലയിൽ കാണാം. ഈ പുലിപ്പല്ല് തനിക്ക് ഒരു സുഹൃത്ത് നൽകിയതാണെന്നും, മലേഷ്യയിലുള്ള ഒരു തമിഴ് വംശജനായ സുഹൃത്ത് നൽകിയതാണെന്നും, ആ രഞ്ജിത്ത് എന്ന് പറയുന്ന സുഹൃത്ത് നൽകിയ പുലിപ്പല്ല് പിന്നീട് തൃശ്ശൂരിൽ കൊണ്ടുപോയി ജുവലറിയിൽ കൊണ്ടുപോയി അത് ലോക്കറ്റാക്കി മാറ്റുകയായിരുന്നു എന്നാണ് ഇപ്പോൾ വേടൻ വനം വകുപ്പിന് കൊടുത്തിരിക്കുന്ന മൊഴി. ഇതനുസരിച്ചാണ് വേടനെ ഇപ്പോൾ വനം വകുപ്പ് അറസ്റ്റ് ചെയ്തിരിക്കുന്നതും കസ്റ്റഡിയിലാക്കിയിരിക്കുന്നതും. ഇനി സുരേഷ് ഗോപിയിലേക്ക് വന്നാൽ, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ശരീരത്തിൽ കാണുന്നത് 2 പുലിപ്പല്ലുകളാണ്. ഇവിടെ 2 പുലിപ്പല്ലുകളെ പോലെ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമുക്കറിയില്ല, ഇത് സുരേഷ് ഗോപിയാണ് വ്യക്തമാക്കേണ്ടത്. ഇത് യഥാർത്ഥത്തിലുള്ള പുലിപ്പല്ലാണോ, സ്വർണത്തിൽ കെട്ടിയ പുലിപ്പല്ലു പോലെയുള്ള 2 ഭാഗങ്ങൾ ആണ് നമ്മൾ കാണുന്നത്. ഒന്നുകിൽ ഇത് യഥാർത്ഥ പുലിപ്പല്ലാണെങ്കിൽ ചോദ്യം ഇതാണ്, വേടൻ ഒരു പുലിപ്പല്ല് ഉപയോഗിച്ചപ്പോൾ അറസ്റ്റിലാവുകയും റിമാൻഡിലാവുകയും ചെയ്തുവെങ്കിൽ 2 യഥാർത്ഥ പുലിപ്പല്ലുകൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കറിയില്ല, ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ സുരേഷ് ഗോപിക്കും സമാനമായ പ്രൊവിഷൻസിന്റെ അടിസ്ഥാനത്തിൽ വരില്ലേ? അപ്പോൾ ഇത് ഒന്നുകിൽ പുലിപ്പല്ല്, അതല്ലെങ്കിൽ പുലിനഖം. അങ്ങനെ വരത്തില്ല, സമാനമായ പ്രൊവിഷൻ സിലിണ്ടറിൽ വരത്തില്ല. കാരണം വലിയ ആളാണല്ലോ, ഇവിടെ കാശും പണവും അധികാരമുള്ളവന് എന്ത് തെമ്മാടിത്തരം കാണിക്കാലോ. അവന് ഇവിടെ ഒന്നും ചെയ്യത്തില്ലല്ലോ. വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നതല്ലേ, സാധാരണക്കാർ നമ്മൾ കാണുന്നതല്ലേ, ഒന്നും സംഭവിക്കാൻ പോകത്തില്ല. വേടൻ സാധാരണക്കാരൻ, ഒരു ചെറിയ റാപ്പർ, അതും അവൻ്റെ റാപ്പിലൂടെ, അവൻ്റെ പാട്ടിലൂടെ അവൻ പലരെയും ഇവിടെ ചോദ്യം ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരുത്തൻ്റെ പുറകെ ആരെങ്കിലും ചെല്ലുവോടെ സപ്പോർട്ടും കൊണ്ട്? ഇല്ല. അവന് കാശ് ചിലപ്പോൾ കുറച്ചുണ്ടെങ്കിലേ കാണത്തുള്ളൂ, പക്ഷെ അധികാരികൾ അവനെ സപ്പോർട്ടും കൊണ്ട് വരത്തില്ല. കാരണം അവന്മാർക്കിട്ട് തന്നെ അവൻ ചൊറിയുമെന്ന് അറിയാം. എന്ത് പക്ഷെ ഇവിടെ സാറ് വലിയ ആള്, സാറ് വരത്തില്ല. സാറ് എൻ്റെ പൊന്നു മൊട്ടച്ചേട്ട ആരുടെ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. സാറ് മുന്നോട്ട് വന്നിട്ട് എന്തെങ്കിലും പറയുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ടോ? നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറ. നിങ്ങൾ കുറേ ആളുകൾ ഈ വീഡിയോ കാണുന്നവർക്ക് ചിലപ്പോൾ ഞാൻ പറയുന്നത്, ഈ വീഡിയോയിൽ ഞാൻ പറയുന്ന പല കാര്യങ്ങളോടും യോജിക്കാൻ പറ്റണമെന്നില്ല. യോജിക്കാൻ പറ്റുന്നവർ നിങ്ങളുടെ ഒരു അഭിപ്രായം ഇടുക. യോജിക്കാൻ പറ്റാത്തവർ മാന്യമായിട്ട് എന്താണ് യോജിക്കാൻ പറ്റാത്തതെന്ന് ഒന്ന് താഴെ പറയുക. വീട്ടിൽ ഇരിക്കുന്നവരുടെ തന്തയ്ക്കും തലവഴിയും വിളിക്കാനെങ്ങാനും വന്ന നല്ല കാലത്തിൽ ഞാനും തിരിച്ചു പറയും, ഒരു മയവും കാണത്തില്ല. മാന്യമായിട്ട് എൻ്റെ വീഡിയോ, എനിക്ക് തോന്നുന്നു 79,400 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എനിക്ക്. എൻ്റെ കുടുംബം പോലെ തന്നെയാണ് നിങ്ങൾ. നിങ്ങൾക്ക് വിമർശിക്കാം എന്നെ. ഞാൻ പറയുന്ന എല്ലാം ഒന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. ഒരിക്കലും അങ്ങനെ സംഭവിക്കത്തില്ല. അങ്ങനെ സംഭവിച്ചാൽ ഞാനും നിങ്ങളൊക്കെ, നമ്മളെല്ലാം ഇൻഡിപെൻഡൻ്റ് അല്ലേ ഉള്ളൂ. നമ്മുടെ അതിലെ പേഴ്സ്പെക്റ്റീവ് ഡിഫറൻ്റ് അല്ലേ. നിങ്ങൾക്ക് വിമർശിക്കാൻ തന്നെ, നിങ്ങൾ വിമർശിക്കണം. നിങ്ങൾ വിമർശിക്കുന്ന കേൾക്കേണ്ട ബാധ്യത എനിക്കുണ്ട്. പക്ഷെ വീട്ടിലിരിക്കുന്ന വീട്ടുകാരെ തെറി പറയുന്നത് കേൾക്കാനുള്ള ബാധ്യത എനിക്കില്ല. അത് പറഞ്ഞു കഴിഞ്ഞാൽ സുങ്കിടി കിങ്കിടി അതാരാണെന്ന് പറഞ്ഞാലും ഞാനും ആട്ടും, ഒരു മയവും കാണത്തില്ല. പിന്നെ കമ്മിങ് ടു ദ പോയിന്റ്, സുരേഷ് അണ്ണ കേന്ദ്രമന്ത്രി ഹൂയ് അല്ല നടക്കോ ഒന്ന് പറയോ? എവിടുന്നല്ലേ, എന്ത് കാര്യത്തിന്? ജനങ്ങൾ പൊട്ടന്മാർ, മാധ്യമങ്ങൾ പോകാൻ പറ. ഞാനിവിടെ ഇരിക്കും. ഞാൻ ചിലപ്പോൾ പുലിപ്പല്ലിടും, കഴുതപ്പല്ലിടും, ചിലപ്പം മുഖ്യമന്ത്രി വേണ്ട, ഞാൻ പറഞ്ഞ കൂടി പോകും. കഷ്ടമുണ്ട്. അവനെ പിടിച്ചിട്ടോ കൂട്ടത്തിൽ ഇതുപോലെ ഓരോന്ന് കാണിക്കുന്നവന്മാരെയും കൂടെയൊക്കെ ഒന്ന് പിടിച്ച്, അറ്റ്ലീസ്റ്റ് എൻ്റെ പ്രിയപ്പെട്ട വനം വകുപ്പ് ജീവനക്കാരെ എവിടെങ്കിലും എത്താൻ പറ്റുമോ? അണ്ണൻ്റെ കാർ പോർച്ചിലെങ്കിലും എത്തുമോ നിങ്ങൾ? അത്ര ഞാൻ ചോദിക്കുന്നുള്ളൂ. കാർ പോർച്ചിലെങ്കിൽ ഒന്ന് എത്തിയിട്ട് പോയി ഒന്ന് ചോദിക്കാം അവിടെ നിന്നിട്ട്, അണ്ണൻ്റെ മറ്റേ ലോക്കറ്റ് കിടക്കുന്നത് പുലിപ്പല്ലാണോ അതോ എല്ലിപ്പല്ലാണോ എന്നൊന്ന് ചോദിക്കാൻ പറ്റുമോ? എവിടുന്നല്ലേ? കാശുണ്ട്, അധികാരമുണ്ട്, അവനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. സാധാരണക്കാരൻ, പാവപ്പെട്ടവൻ, അവൻ്റെ നെഞ്ചത്ത് കയറ്. കൈയടിക്കാൻ ഞങ്ങൾ നിന്ന് കുറെ കൈയടിക്കുന്നവരുണ്ട്. വേടർ അങ്ങനെ വേണം, വേടർ ഇങ്ങനെ വേണം, അവൻ്റെ ഉപദേശവും ഊഞ്ഞാലാട്ടലും. അവൻ്റെ ഉപദേശം ഞാനും കേട്ടതാടും. അവൻ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് എനിക്ക് ആ വാക്കുകളൊന്നും ഇവിടെ ഉപയോഗിക്കാൻ പറ്റില്ല വീഡിയോയ്ക്കകത്ത്, ചിലപ്പോൾ പണി വരും. അതുകൊണ്ടാണ് ഒന്ന് പോയി കേട്ടാൽ മതി. ഇച്ചിരി ബോധത്തോടെ കേൾക്കുക, അവൻ എന്താണ് പറഞ്ഞത്, അവൻ എന്താണ് ചെയ്തതെന്നുള്ളത്. ചെയ്തതിനകത്ത് ഞാൻ ഒരുപാട് യോജിക്കുന്നില്ല, വീണ്ടും പറയുന്നു. എന്നാൽ പോലും അവൻ പറഞ്ഞതിനകത്തല്ല അവൻ തെറ്റ് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ വേറൊരു വേർഷനിലാണ് അവൻ തെറ്റ് ചെയ്തിരിക്കുന്നത്. തെറ്റ് തന്നെയാണ്, ന്യായീകരിക്കുന്നില്ല. പക്ഷേ വൈ വേടൻ? എന്തുകൊണ്ട് അവൻ മാത്രം? വൈ വേടൻ എന്നല്ല, വൈ നോട്ട് അതേഴ്സ്?
എന്തുകൊണ്ട്? അവൻ്റെ കയ്യിൽ നിന്ന് പിടിച്ച സാധനത്തിന് അവന് കിട്ടേണ്ട ശിക്ഷ അത് കിട്ടട്ടെ, അതിൻ്റെ പേരിൽ അവന് ജാമ്യവും കിട്ടി. പക്ഷേ അടുത്ത സാധനം, ഈ ഒരു സാധനത്തിൻ്റെ പേരിൽ അവൻ മാത്രമല്ല ഇവിടെ ശിക്ഷിക്കപ്പെടേണ്ടത്. അതേ ഞാൻ പറയുന്നുള്ളൂ. നമുക്കിനി അടുത്തൊരു സാധനം കാണാം. 2011 ഓഗസ്റ്റിൽ എറണാകുളം തേവരയിലെ മോഹൻലാലിന്റെ വീട്ടിൽ റെയ്ഡിനെത്തിയ ആദായ നികുതി വകുപ്പ് സംഘമാണ് വീട്ടിൽ നിന്ന് 4 ആനക്കൊമ്പുകൾ കണ്ടെത്തിയത്. അന്ന് തന്നെ വനം വകുപ്പിനെ വിവരമറിയിച്ചു. ആനക്കൊമ്പ് സൂക്ഷിക്കാനുള്ള നിയമപരമായ രേഖകളൊന്നും പക്കലില്ലാതിരുന്നിട്ട് കൂടി തിടുക്കത്തിൽ ലാലിനെതിരെ കേസെടുക്കാനോ അറസ്റ്റ് ചെയ്യാനോ വനം വകുപ്പ് മെനക്കെട്ടില്ല. അതെന്താ വനം വകുപ്പേ? അതെന്തുകൊണ്ടാ തിടുക്കത്തിൽ നിങ്ങൾ കേസെടുക്കാനോ ഒന്നും നിൽക്കാനത്? 2 ആനക്കൊമ്പാണേ പിടിച്ചത് വീട്ടിൽ നിന്ന്. എൻ്റെ പ്രിയപ്പെട്ട ലാലേട്ടനെ ഞാനിവിടെ പിടിച്ചകത്തിറന്നൊന്നും ഞാനൊരിക്കലും പറയത്തില്ല, അതൊരു ഫാനിസം. പക്ഷെ എന്നാൽ പോലും എന്തുകൊണ്ട് വേടൻ്റെ കേസിൽ മാത്രം ഇങ്ങനെ സംഭവിച്ചു? പച്ചപ്പുല്ല് അതിൻ്റെ പേരിൽ അകത്തോട്ട് പോയി, അതിൻ്റെ പേരിൽ അവനെ ഇറങ്ങണ്ട, പുറത്തോട്ട് പോലീസ് സ്റ്റേഷൻ്റെ വാതിക്കലോട്ട് അങ്ങോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് നേരെ വൻ വകുപ്പ് വരുന്നു, അടുത്ത പൊക്കുന്നു. എന്ത് കാര്യത്തിന് ഇതിൽ മാത്രം ഇത്ര ഉത്സാഹം? എന്തുകൊണ്ട് പണ്ട് ലാലേട്ടൻ്റെ ഒന്നും കേസിൽ ഇത്ര ഉത്സാഹം നിങ്ങൾ കാണിച്ചില്ല? ബാക്കി മറിച്ച് വലിയ കൂടിയാലോചനകൾക്ക് ശേഷമായിരുന്നു അനധികൃതമായി ആനക്കൊമ്പ് സൂക്ഷിച്ച കേസിൽ ലാലിനെ 1-ാം പ്രതിയാക്കി വനം വകുപ്പ് കേസെടുത്തത്. അതും 2012 ജൂൺ മാസത്തിൽ മാത്രം. വീട്ടിലെ മേശയിൽ ഉറപ്പിച്ച നിലയിൽ കണ്ടെത്തിയ തൊണ്ടി മുതലായ ആനക്കൊമ്പുകൾ വനംവകുപ്പ് കസ്റ്റഡിയിലെടുത്തതുമില്ല. നിയമലംഘനം വ്യക്തമായിട്ടും വേടനെ പിടികൂടിയതുപോലെ ലാലിനെ കസ്റ്റഡിയിലെടുത്തില്ല. നോട്ടീസ് നൽകി വനംവകുപ്പിന്റെ ഏതെങ്കിലും ഒരു ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുക പോലും ചെയ്തില്ല. മറിച്ച് മോഹൻലാലിന്റെ സൗകര്യപ്രകാരം അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് നേരിട്ടെത്തിയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആ കേസിലെ മോഹൻലാലിന്റെ മൊഴിയെടുപ്പ് പോലും നടത്തിയത്. തൃശൂരിലും കൊച്ചിയിലുമുള്ള 2 സുഹൃത്തുക്കൾ സൂക്ഷിക്കാനായി ഏൽപ്പിച്ചതാണ് ആനക്കൊമ്പുകളെന്നായിരുന്നു ലാൽ നൽകിയ മൊഴി. ആനക്കൊമ്പ് വിൽക്കാനോ വാങ്ങാനോ കൈമാറ്റം ചെയ്യാനോ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരിടത്തേക്ക് അനുമതിയില്ലാതെ മാറ്റാനോ ഒന്നും നിയമമില്ലാതിരുന്നിട്ട് കൂടിയും ഈ മൊഴിക്ക് ശേഷവും ലാലിനെതിരെ വനം വകുപ്പിന്റെ നടപടികളൊന്നും ഉണ്ടായി. വനം വകുപ്പേ എന്തു പറ്റി? അന്ന് നിങ്ങളുടെ ഷഡ്ഡി ഊരിപ്പോയോ? അല്ല, അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. വീട്ടിൽ നിന്ന് തൊണ്ടി മുതൽ പോലും എടുക്കാൻ പറ്റിയില്ല, പേടിച്ചു പോയി, മുള്ളിപ്പോയി. ഷഡ്ഡി ഇട്ടിട്ടില്ലായിരുന്നോ? മുള്ളിപ്പോയോ താഴത്തേക്ക്? താഴെ മൊത്തമായി വൃത്തികേടായിട്ട് ഇറങ്ങി ഓടിയോ? അല്ല, അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. അല്ല, ഇവിടെ മാത്രം ഈ വേടൻ്റെ കേസിലെ ചെറിയൊരു സാധനം കണ്ടപ്പോൾ മാത്രം എല്ലാവർക്കും വലിയ അങ്ങോട്ട് ഇളകുന്നുണ്ടല്ലോ. എന്തേ അന്ന് ഇളകിയില്ല? അതൊക്കെ അതിൻ്റെ പേരിൽ ലാലേട്ടൻ പോലീസ് സ്റ്റേഷൻ്റെ എന്തിനാ എങ്ങും പോലീസുകാർ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എങ്ങും ഒന്ന് കാലി ഔട്ടേണ്ട ആവശ്യം വന്നില്ല ലാലേട്ടന്. കുറച്ചും കൂടെ ഉണ്ട്, ഞാൻ ഇത്രേ കാണിക്കുന്നുള്ളൂ, കൂടുതലൊന്നും കാണിക്കുന്നില്ല. 2 കൊമ്പ് മാത്രമൊന്നുമല്ല, ഏകദേശം 13 വിഗ്രഹങ്ങളുണ്ടായിരുന്നു ആനക്കൊമ്പ് വെച്ചുണ്ടാക്കിയത്. എന്നിട്ട് പോലും ഇത്രയും കൊല്ലമായി ഒന്നും ഇല്ല, മുങ്ങിപ്പോയി. അത് മുക്കിക്കളഞ്ഞു ആരൊക്കെയോ. നമ്മുടെ ഗണേശണ്ണനെയൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട് കേട്ടാ. അണ്ണൻ്റെയൊക്കെ പിടിപാട് കൊണ്ടാണ് അന്ന് എങ്ങും എത്തിയില്ല. അണ്ണനായിരുന്നു അന്ന് മന്ത്രി എന്തോ, അതുകൊണ്ട് തന്നെ എങ്ങും എത്തിയില്ല. വേടൻ തെറ്റുകാരൻ, വേടൻ കുറെ കഞ്ചാവും മറ്റേ പുല്ല്, അയ്യോ വേടൻ വലിയ തെറ്റുകാരൻ, വേടൻ മറ്റേ പുല്ലൊക്കെ വലിച്ച് സീനാവുന്നവൻ, അവൻ വലിയ പ്രശ്നക്കാരൻ, അവൻ്റെ കഴുത്തേൽ മറ്റേ ഒരു പുലിപ്പല്ല കടന്നിരുന്നത്, ശ്രീലങ്കൻ വംശകൻ എന്നൊക്കെ പറഞ്ഞ് വലിയ കൊണയടിക്കുന്നവന്മാർ ഇതും കൂടെയൊക്കെ ഒന്ന് കാണുക കേട്ടോ. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. ഇത്രയൊക്കെ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നാളെ ഞാനും അകത്താവൂടെ. എനിക്ക് വയ്യ, എനിക്ക് താല്പര്യമില്ല, അതുകൊണ്ടാ കേട്ടാ. പിന്നെ വല്ലതും വേറെ കുറച്ചുകൂടെ കൂടി വല്ലതിന് പോകാം. ഇത് എന്തെന്നാണ് ഇത്? ഇവിടുത്തെ ചെറ്റത്തരങ്ങൾ വിളിച്ചു പോകുന്നതിൻ്റെ പേരിൽ അകത്ത് പോകേണ്ട അവസ്ഥ. അപ്പോൾ അടുത്ത വീഡിയോയ്ക്കായി സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.